ഹലോ ഗൈസ്, അപ്പോൾ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് രണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റാണ് നമ്മൾ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒന്നാമത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് നിരാശ നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. വീണ്ടും നമ്മുടെ ഓസ്ട്രേലിയൻ താരമായ ജോഷുവ സൊട്ടീരിയോക്ക് ഇഞ്ചുറി പറ്റിയിരിക്കുകയാണ്. ഈ ചങ്ങാതിൻ്റെ കാര്യം വല്ലാത്ത അവസ്ഥയാണെന്ന് തന്നെ പറയാം. കഴിഞ്ഞ സീസണിൽ എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരു മത്സരം പോലും ജോഷുവ സൊട്ടീരിയോയുടെ നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചില്ല. 2 വർഷത്തെ കരാറിൽ സൈൻ ചെയ്താണ് കഴിഞ്ഞ വർഷം വന്ന് ട്രെയിൻ തുടങ്ങി 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഇഞ്ചുറി പറ്റി സീസൺ ഔട്ടായി. അങ്ങനെ ഇപ്പോൾ പരിക്കൊക്കെ മാറി ഈ സീസണിലെങ്കിലും ഒരു ഫസ്റ്റ് മത്സരം ഒരു റൗണ്ടപ്പിലെങ്കിലും കളിച്ച് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു. എന്നാൽ ഇതാ വീണ്ടും പുള്ളിക്ക് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ. ടീമിനോടൊപ്പം ഇപ്പോൾ നിലവിൽ തായ്ലാൻഡിലില്ല, കൊൽക്കത്തയിലാണ് എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട്. പുള്ളി പിന്നെ സ്റ്റോറിയും ഇട്ടിട്ടുണ്ട്, ജോഷുവ സൊട്ടീരിയോ കൊൽക്കത്തയിലാണ്, മെഡിക്കൽ ആവശ്യത്തിനായിട്ട് റിപ്പോർട്ടും സ്കാനിങ് കാര്യത്തിനായിട്ട് പോയതാണെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകൾ. എന്തായാലും സൊട്ടീരിയുടെ അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയെന്ന് തന്നെ പറയാം. അപ്പം മറ്റൊരു അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ അത് സച്ചിൻ സുരേഷുമായി ബന്ധപ്പെട്ടാണ്. എല്ലാവർക്കും താരത്തിന് ഇഞ്ചുറിയൊക്കെ മാറി താരം റിക്കവറി കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം തായ്ലാൻഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല, എന്നാൽ ചെറിയ റിക്കവറി ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് താരം കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെയായാലും ടീമിനോടൊപ്പം ജോയിൻ ചെയ്യാൻ പോവുകയാണെന്നുള്ള ന്യൂസാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്നത്. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ഉടനെ ഇനിയിപ്പോൾ കൊൽക്കത്തയിലേക്ക് എത്തും ടൊറൻറ്റോ കപ്പിനായിട്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മുടെ ടീമിനോടൊപ്പം സച്ചിൻ സുരേഷും ജോയിൻ ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ടൊറൻറ്റോ കപ്പിൽ കളിക്കുകയോ ഇല്ലയോ എന്നുള്ളത് ഇനി കൂടുതൽ അത് നമ്മുടെ ഗോൾ കീപ്പിംഗ് കോച്ചിൻ്റെ കയ്യിലായിരിക്കും. ഇപ്പോൾ റിക്കവറി ആയി വന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി കുറച്ച് ട്രെയിനിങ് കാര്യങ്ങൾ കഴിഞ്ഞ് കളിക്കുമായിരിക്കും ടൊറൻറ്റോ കപ്പിൽ എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അത്രയൊക്കെയുള്ള അപ്ഡേറ്റ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുടെ വീണ്ടും കാണാൻ. ബൈ.